ബിഗ് ബോസിൽ മത്സരം മുറുകുന്നു. അനിമോളെ തോൽപ്പിച്ച് റന, അഭിലാഷിനെ തോൽപ്പിച്ച് അക്ബർ. നാംതാരി മുളക് എന്ന ടാസ്ക് ആണ്. ഇതിനകത്തില് ഓരോ ഈ രണ്ട് പേർക്ക് 1500 പോയിന്റ് ആണ്. 150 പോയിന്റ് വെച്ച് ഒരാൾക്ക് കിട്ടും. അപ്പൊ രണ്ടുപേര് തമ്മിലുള്ള ഡിബേറ്റ് ആണ്. 2 മിനിറ്റ് സമയമേ ഉള്ളൂ. അതിനകത്ത് ആദ്യത്തെ വന്നത് ഹോട്ട് സീറ്റില് വ്യക്തിഗത ചോദ്യങ്ങൾ ചോദിക്കാമോ ഇല്ലയോ എന്നുള്ളത്. സരികയും നൂറ്. സരികയൊക്കെ അതിന് സെലക്ട് ചെയ്തതിന് കാരണമുണ്ട്. ഹോട്ട് സീറ്റിന്റെ പ്രശ്നം ശാരികയായിട്ടുള്ള ഒരു ഇഷ്യൂ അവിടെ നടന്നു കഴിഞ്ഞതിന്റെ ഒക്കെ ഒരു അവലോകനം നടത്താനായിരിക്കും ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ബിഗ് ബോസ് തെരഞ്ഞെടുക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ശരി, ശരിക അന്ന് പൊട്ടിക്കരഞ്ഞ് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ ഒരു പരിപാടിക്ക് കഴിഞ്ഞാൽ അവർ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ശരി, അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമാർന്ന പരിപാടിയായിരുന്നു ആദ്യത്തേത്. രണ്ടാമത്തേത്, ഈ വീട്ടിൽ തുടരാൻ യോഗ്യത ആർക്ക്? യോഗ്യത ഉണ്ടെന്ന് പറയാം, യോഗ്യത ഇല്ലെന്ന് പറയുന്ന അങ്ങനെ ഉള്ളതാണ്. അതിനകത്തിൽ ശൈത്യയും നെവിനുമായിരുന്നു. നെവിൻ പറഞ്ഞു, എന്തുകൊണ്ട് ഞാനാണ് യോഗ്യന്? ഞാൻ ഇല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസ് ഇല്ല, ഇവിടെ എന്റർടൈനറാണ്, ഞാൻ കോമഡി പറയുന്നുണ്ട്, മറ്റേതുണ്ട്, അതൊക്കെ ഉള്ളു പുള്ളിയുടെ കയ്യിലുള്ള ആകെ സാധനം. അപ്പൊ പറഞ്ഞു, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ബിഗ് ബോസ് ഹൗസ് ഒന്നുമില്ല, ഇവിടെ ശൂന്യതയായി പോകുന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഫലിതങ്ങളൊക്കെ ചേർത്ത് പറഞ്ഞുകൊണ്ട് നെവിന് 150 പോയിന്റ് കിട്ടി. പിന്നെ അതിനുശേഷം വന്നിട്ട് അതുപോലെ ശൈത്യ ഇതിനകത്തൊരു മിസ്റ്റേക്ക് കാണിച്ചു. ഈ 2 മിനിറ്റ് സമയം കൊടുത്ത് എതിർ കക്ഷി സംസാരിക്കുന്ന 2 മിനിറ്റില് എന്ത് പറഞ്ഞാലും നമുക്ക് ഒന്നും പറയരുത്. ബിഗ് ബോസിന്റെ റൂൾ ഔട്ട് ആണ്. അപ്പൊ ഇതിനിടയ്ക്ക് പറഞ്ഞ് ശൈത്യ പ്രകോപിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തില് ഓരോന്ന് പറഞ്ഞ് പ്രൊവോക്ക് ചെയ്തു നെവിന്. ശൈത്യ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇടയ്ക്ക് കയറി ശൈത്യ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ പോയിന്റ് ഔട്ടായി. മൂന്നാമത് വന്നത് അക്ബറും അഭിലാഷും തമ്മിലാണ്. സ്നേഹം പറഞ്ഞ് ഫലിപ്പിച്ചു സൗഹൃദം ഉള്ള അങ്ങനെ ഒരു സബ്ജക്റ്റാണ് വന്നത്. പറഞ്ഞ് ഫലിപ്പിച്ച് ഉള്ള ഒരു ഇതല്ല എന്നുള്ള ആണ് ഇവർ തമ്മിലുള്ള ഡിബേറ്റ്. അക്ബറും അഭിലാഷും തമ്മിലാണ്. അഭിലാഷ് ചുമ്മാതിരുന്ന് പറഞ്ഞു. പക്ഷെ അക്ബർ വളരെ ചാതുര്യത്തോടെ എല്ലാം അത് സമർത്ഥിച്ചുകൊണ്ട് അക്ബറിനാണ് അതിന്റെ പോയിന്റ് കിട്ടിയത്. അതിനുശേഷം വന്നത് ശുചിത്വം സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കുന്നില്ല. ഇതാണ് അടുത്ത സബ്ജക്റ്റ്. രേണു ബിന്നിയായിട്ടാണ്. പക്ഷെ നമ്മളെ ഉദ്ദേശിച്ച രേണു അത് കയറി 1ാം സ്ഥാനത്ത് വന്ന് 150 പോയിന്റ് രേണുവിന് കിട്ടി. പിന്നെ വന്നിട്ടത് പ്രായവും ജീവിത അനുഭവവും തമ്മിൽ ബന്ധമുണ്ട്, ബന്ധമില്ല. ഇതാണ് അടുത്ത സബ്ജക്റ്റ്. ഇതിനകത്ത് ഒന്ന് അനുമോളും റനയും തമ്മിലാണ്. ഇത് ഓരോ ടാസ്കിലും ബിഗ് ബോസ് ഇട്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കറക്റ്റ് ഇപ്പം തന്നെ ഹോട്ട് സീറ്റിന്റെ വന്നപ്പോൾ ശാരികയെ പിടിച്ചിട്ടു. ഹോട്ട് സീറ്റിലൂടെ പ്രശ്നം വന്നതാണ്. അത് വലിയൊരു പ്രശ്നങ്ങൾ. അതുപോലെ ശുചിത്വം, അവിടെ ക്ലീനിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള അടിയുണ്ട്. ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇവരുടെ പ്രശ്നങ്ങൾ ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യട്ടെ, അതിൽ നിന്ന് എന്തെങ്കിലും ഉരുത്തിരിയട്ടെ എന്ന് ബിഗ് ബോസ് വിചാരിച്ചു കാണും. അല്ലെങ്കിൽ ഇവരെ കൂടുതൽ അടുപ്പിക്കാനുള്ള ഒരു ശ്രമം ആയിരിക്കും ബിഗ് ബോസ്. എന്തുമായിക്കോട്ടെ, ഈ സബ്ജക്റ്റ് നോക്കിയ പ്രായവും ജീവിതാനുഭവവും തമ്മിൽ ബന്ധമുണ്ട്, ബന്ധം ഇല്ല. ഇതാണ് ഇതിനകത്തിലെ കാര്യം. ഇതിനകത്തില് ശരിക്കും പറഞ്ഞാൽ അനിമോള് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞതിനകത്ത് ആ ഒരു ഫ്ലുവൻസി ഇല്ലായ്മയോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ഇല്ലായ്മയോ ഒക്കെ കുറവാണ്. അല്ലെങ്കിൽ കറക്റ്റ് കാര്യങ്ങളാണ് അനുമോള് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ റെന പറയുന്നത് നമ്മൾ പ്രായത്തെ അങ്ങനെ ഒന്ന് ബഹുമാനിക്കണ്ട എന്നുള്ള ഇതാണ്. പ്രായമുള്ളവരെ എങ്ങനെ എടാന്ന് വിളിക്കുവോ അല്ലെ പൊട വിളിക്കുക, അപ്പൊ സാഹചര്യത്തിനനുസരിച്ച് വിളിക്കൂ എന്നൊക്കെ ഉള്ള രീതിയിലാണ് റെന പറയുന്നത്. റെന ഫാത്തിമ എന്ന് പറയുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റൻസ് ആണ്. അവർക്ക് ഇതിനകത്തിൽ ഒരു റെസ്പെക്റ്റും ഇല്ല. നമ്മൾ ഓരോ വീട്ടിലും വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എവിടെ ചെന്നാലും നമ്മൾ കാണിക്കും. നമ്മളൊരു സംസ്കാരം നമ്മുടെ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കേണ്ടത്, അല്ലാതെ സമൂഹത്തിലും അല്ല ഈ പഠിച്ചു വിദ്യാഭ്യാസത്തിലൊന്നും അല്ല. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മുടെ നമ്മുടെ അച്ഛനമ്മമാര് നമ്മളെ വളർത്തുന്ന അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് നമ്മളവിടെ പോലും കാണിക്കുന്നത്. എല്ലാം നടന്നാലും നിങ്ങളായാലും ആരായാലും കാണിക്കുന്നത്. ഈ റെന പലപ്പോഴും ഞാനത് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പലരെയും ദേഷ്യം വരുമ്പോഴായിക്കോട്ടെ, ടാസ്കിന്റെ ഭാഗമായിക്കോട്ടെ, എല്ലാവരെയും കയറി 10-20 വയസ്സ് പ്രായം കൂടുതലുള്ളവരെ പേര് വിളിക്കുക, എടാന്ന് വിളിക്കുക, അതൊക്കെ ഒരു
നമ്മുടെ ഒരു സംസ്കാരത്തിന്, നമ്മൾ മലയാളികൾ, നമ്മൾ കേരളക്കാരെന്ന് പറയുമ്പോൾ മറ്റ് ഏത് സംസ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു പൈതൃകം നമുക്കുണ്ട്. അത് കാത്തു സൂക്ഷിക്കാത്ത ഒരു ആരെയും നമ്മൾ അംഗീകരിക്കത്തില്ല. റെനയ്ക്കാണ് പക്ഷെ ഇതിനകത്ത് ഒന്നാം സ്ഥാനം കിട്ടിയത്. കാര്യം അവള് മണിമണിയായിട്ട് പറഞ്ഞു കാര്യങ്ങൾ. പിന്നെ വന്നത് സൗഹൃദം വ്യക്തി താല്പര്യങ്ങൾക്ക് ദുരുപയോഗം പാടില്ല. സൗഹൃദം വ്യക്തി താല്പര്യങ്ങൾക്ക് ദുരുപയോഗം പാടില്ല, അല്ലെങ്കിൽ ചെയ്യുന്നു. അതിന്റെ ഓപ്പോസിറ്റ്. അത് ഷാനവാസും ശരത്തും തമ്മിലുള്ള കാര്യമായിരുന്നു. പാടില്ല എന്നുള്ളതാണ് ഷാനവാസ് എടുത്തത്, ഷാനവാസ് പറയേണ്ടത്. അപ്പൊ അതിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസ് ജീവിതം മണ്ണങ്കട്ട എന്നൊക്കെ പറഞ്ഞ് ഈ ടോപ്പിക്കിലേക്ക് വരുമ്പോ തന്നെ 2 മിനിറ്റ് ഏകദേശം ആയി എന്നാ എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കണം ശരത്ത് മണിമണിയായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് 2 മിനിറ്റ് മാക്സിമം കൊടുത്താൽ 2 മിനിറ്റ് യൂസ് ചെയ്യാനും അവർ ശ്രദ്ധിക്കണം. അല്ലാതെ ഉള്ള പോയിന്റ് 1.5 മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അര മിനിറ്റ് വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അത് റൂൾ ഔട്ട് ആണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും അതിനകത്തില് ഷാനവാസ് പരാജയപ്പെട്ടു. ശരത്താണ് പിന്നെ നേടിയത് 150 പോയിന്റ്. പിന്നെ പണിപ്പുരയിലേക്ക് പോകുന്ന കാര്യത്തിന് തർക്കങ്ങളാണ് അവിടെ. പണിപ്പുരയിൽ എനിക്ക് പോകണമെന്നും പറഞ്ഞു ഒനിയിൽ നിർബന്ധമായിട്ട് പിടിക്കുന്നു. അപ്പൊ വോട്ടിടാന്ന് പറഞ്ഞു, വേണ്ടത് വേണ്ട, ഗ്രൂപ്പ് സിസ്റ്റത്തിന്റെ പേരിൽ വോട്ടിംഗ് ഇവിടെ വേണ്ട. അങ്ങനെയുള്ള സംഭവ വിഹനമായ ഒരു ടാസ്കും ഗെയിമും ഒക്കെ അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ശരി, അങ്ങനെ ഒനിയിലെ തെരഞ്ഞെടുക്കുന്നു. ഒനിയിൽ പണിപ്പുരയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. മറ്റൊരു അപ്ഡേറ്റിൽ കാണും വരെ നന്ദി, നമസ്കാരം.